ഊട്ടിയിൽ നിന്നാണ് കാർ കടത്തിയെന്ന സംശയത്തിൽ കണ്ടെയ്നർ പരിശോധന നടത്തിയത്. അതിലിപ്പോൾ രക്ഷപ്പെട്ടയാൾ പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രാജസ്ഥാൻ സ്വദേശികളാണ് പോലീസ് കസ്റ്റഡിയിലുണ്ടായത്. 3 പേരായിരുന്നു പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് പോലീസ് സ്റ്റേഷന്റെ ജനലിലൂടെ രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അയാളുടെ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ ലോറി കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ലോറി പരിശോധിക്കുമ്പോൾ അതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. AC, ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ആ കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്നത്. ഊട്ടിയിൽ നിന്ന് കാർ കടത്തുകയായിരുന്നു എന്നുള്ളതാണ് സംശയം. ഇവർ ATM മോഷണ സംഘമാണോ എന്നൊക്കെയുള്ള തരത്തിലേക്കുള്ള നിഗമനങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഒരു മോഷണം പോയ കാർ, അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ, തമിഴ്നാട്ടിൽ നിന്ന് മോഷണം പോയ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പരിശോധന. ഒപ്പം തന്നെ കാർ കയറ്റുന്ന CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ച് ആണ് പോലീസ് ഇവരിലേക്ക് എത്തിച്ചേർന്നത്. ഒരല്പം സാഹസികമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. പിന്നീട് ഒരാൾ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ രക്ഷപ്പെട്ടയാളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ കൂടി ഇതിൽ സഹായിച്ചിട്ടുണ്ട് ഈ പ്രതിയെ പിടികൂടുന്നതിൽ എന്നതാണ്. റാഫി കരീമാണ് ഈ വിശദാംശം ആദ്യമായി പ്രേക്ഷകരെ അറിയിക്കുന്നത്. റാഫി, എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? അതിൽ നാട്ടുകാരുടെ സഹായമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ തമിഴ്നാട്ടിലെ ഗുരുവാരപ്പള്ളിയിൽ നിന്ന് ഒരു കറുത്ത കളർ എക്കോ വാഹനം മോഷണം പോകുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പരിശോധന നടത്തുന്നതിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഒരു കണ്ടെയ്നറിലാണ് ഈ വാഹനം കടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പോലീസ് നടന്ന പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഈ വാഹനം കേരളത്തിലേക്ക് കടന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിനെ പരിശോധന ശക്തമാക്കണമെന്ന് തമിഴ്നാട് പോലീസിൽ നിന്നൊരു മുന്നറിയിപ്പ് ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് പരിശോധന നടത്തുന്നു. അങ്ങനെ ഈ വാഹനം പാലിയഗ്ര ടോൾ പ്ലാസ കഴിഞ്ഞ് ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നതായി ഇന്നലെ രാത്രിയിൽ വിവരം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പനങ്ങാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള വാഹനം കണ്ടെത്തുന്നതും ഈ വാഹനത്തിൽ നിന്ന് 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നതും. ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ വാഹനത്തിനകത്ത് നിന്ന് ഗ്യാസ് കട്ടറുകളും ഒപ്പം തന്നെ AC-യും AC അനുബന്ധ ഉപകരണങ്ങളും ലഭിക്കുന്നു. തുടർന്ന് ഈ എക്കോ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ ഈ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഈ വാഹനം സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം ഈ കണ്ടെയ്നറിൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു, ലോക്കപ്പിലേക്ക് ആക്കുന്നു. ഇതിനിടെ ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ 5 മണിയോടുകൂടി മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പോലീസിനോട് പറയുന്നു. പിന്നീട് പോലീസ് ഇയാളെ ബാത്റൂമിലാക്കുന്നു. ഇതിനുശേഷം ഈ ബാത്റൂമിന്റെ വെന്റിലേഷൻ തകർത്താണ് ഇയാൾ രക്ഷപ്പെടുന്നത്. പിന്നീട് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് പോലീസ് നടത്തിയത്. പോലീസ് സ്റ്റേഷന് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ വ്യക്തി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. പിന്നീട് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നാട്ടുകാരുടെ സഹായത്തോടുകൂടി ശക്തമായ പരിശോധന പോലീസ് നടത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 11:30 ഈ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പനങ്ങാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം പോലീസ് സ്റ്റേഷന്റെ ബാത്റൂം വെന്റിലേഷൻ തകർത്ത് പോലീസ് കസ്റ്റഡിയിലുള്ളൊരു പ്രതി രക്ഷപ്പെടുന്നു. ആ പ്രതിക്ക് വേണ്ടി ശക്തമായ തിരച്ചിൽ നടത്തുന്നു. ഒടുവിൽ അയാളെ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അനുജ.